പ്രവാസിയാകുമ്പോ എന്തായാലും നാട്ടിൽ നിന്ന് എന്തായാലും കിട്ടിയ ഭയങ്കര അത്ഭുതമൊക്കെ അല്ല. അങ്ങനെ അത്ഭുതാട്ടോ. രാത്രി 2 മണിക്ക് കിട്ടിയ ബീഫ് വന്നപ്പോ നാട്ടിൽ നിന്ന് റൂമിൽ ഒരുത്തന്റെ ആരോ കൊണ്ടുവന്നാട്ടോ. അപ്പൊ എന്റെ കയ്യിലാ കിട്ടിയത്. അപ്പൊ പൊട്ടിച്ചു നോക്കിയ ബീഫ് അല്ല, അടിപൊളി ബീഫ് കിട്ടോ. എന്താ പറയാ, ബീഫ് വരട്ടെന്ന് അറിയില്ല. ഒപ്പം തന്നെ മാങ്ങയും കേട്ടിട്ടോ, പഴുത്ത മാങ്ങ. അതിന്റെ അണ്ടി നമ്മൾ എടുത്ത് വെച്ചിരുന്നു. ഇൻഷാ അള്ളാ അവിടെ കുഴിച്ചിടണം നേരിട്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ചോറ് കേട്ടോ. ഉച്ചക്കത്തെ ചോറെല്ലാം സാമ്പാറാട്ടോ എന്നിട്ടില്ലേ. സാമ്പാറും പിന്നെ മീൻ കേട്ടോ, കഷ്ണം മീൻ പോലത്തെ മീൻ, നല്ല മുള്ളില്ല മീനും, പിന്നെ ഉപ്പേരി എന്താ കിഴങ്ങും പിന്നെ ബീട്രൂട്ടും ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് വെച്ചൊരു ഒരു കൂട്ടാൻ, വ്യത്യസ്തമായ കൂട്ടാൻ, ഒക്കെ ചുവപ്പ് നിറത്തിലുള്ള ഒരു കൂട്ടാനും സംഭവം. പിന്നെ നമ്മളെ അച്ചാർ, ഫേവറേറ്റ് അച്ചാർ കേട്ടോ. ഓന്റെ വീട്ടിൽ നിന്ന് അച്ചാർ കൊടുത്തയച്ചും കൊണ്ടോ, അതിപ്പോ ഏതായാലും പൊടിച്ചാനായില്ല. ഇൻഷാ അള്ളാ പൊടിച്ചണം. പിന്നെ പപ്പടം പാടെ കൂട്ടി മിക്സ് ചെയ്ത് നമ്മളെ സാമ്പാർ കൂട്ടി. അപ്പൊ അത് അടുത്തുള്ള നമ്മളെ ഒപ്പം വന്ന ചങ്ങായി കേട്ടോ, പ്ലേറ്റിൽ ഒപ്പം ഉണ്ടായിരുന്നു. മുഖത്ത് നോക്കി ചിരിച്ച, എന്താ ഈ ചങ്ങായിക്ക് പരിപാടി നോക്കിയിട്ട്. അപ്പൊ അതാ അതിക്ക് കുറച്ച് മോരും കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരുന്നു സംഭവം. അടിപൊളിയായിട്ട് ഇതിക്ക് എന്തായാലും. അപ്പൊ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണട്ടാം. പപ്പടത്തും ഒരു കടി കടിച്ചാലേ ഇത് സുഖം ഉണ്ടാവുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.